എല്ലാവരും കൂടി ഒരുമിച്ച് വന്നാലോ എന്ന്. അങ്ങനെ എടുക്കാൻ വേണ്ടി ഞാൻ പൊട്ടിയല്ലടാ പൊട്ട. അങ്ങനെ പല കെട്ടിയന്മാരെ എടുക്കാൻ ഞാൻ പൊട്ടിയല്ലോ. മഞ്ജു how are you? I am good. I am so good. എന്നമ്മേ കണ്ണത്ത് ചുണ്ടക്കുരയോ പൂമാറും കണ്ടിട്ടു. എൻ്റെ മനസ്സിൽ എൻ്റെ കെട്ടിയവൻ എന്നെ എപ്പോഴും എന്നെ സ്നേഹിക്കണം. ഞാനല്ലാതെ വേറൊരു പെണ്ണിനെ മനസ്സിൽ വെക്കാൻ പാടില്ല. ഞാൻ എന്ന് പറഞ്ഞ ജീവനായിരിക്കണം. പിന്നെ എൻ്റെ അടുത്ത് എനിക്ക് എല്ലാ രീതിയിലുള്ള എന്നെ കണ്ടറിഞ്ഞ് മനസ്സിലാക്കി ഞാൻ ചോദിക്കുന്നതിന് മുമ്പ് വീട്ടു സാധനങ്ങൾ പലചരക്ക് സാധനങ്ങളൊക്കെ എൻ്റെ പുരയിലെത്തണം. വാടക വീടായാലും എനിക്ക് നോ പ്രോബ്ലം. വാടക വീടായാലും കുഴപ്പമില്ല, വാടക റെൻ്റൊക്കെ കൊടുക്കണം. എന്നെ 4 ആൾക്കാരുടെ മുമ്പിൽ കൈ നീട്ട വിടരുത്. പിന്നെ എന്നോട് പറയണം രാവിലെ എണീക്കണം, നിസ്കരിക്കണം, മോളെ നിസ്കരിപ്പിക്കണം, വീട്ടിൽ പണിയൊക്കെ രാവിലെ ചെയ്ത് തീർക്കണം, അന്നുള്ള പണികളൊക്കെ പെട്ടെന്ന് മടി കൂടാതൊക്കെ നല്ല ഉപദേശം തന്നെ കെട്ടിയവനായിരിക്കണം. എന്നെ സ്നേഹിക്കണം. ഞാൻ ഇടയ്ക്ക് പുറത്തൊക്കെ പോകണമെന്ന് ആഗ്രഹപ്പെടുമ്പോഴത്തേക്കും ആഴ്ചയിലൊരു വട്ടമെങ്കിലും മുല്ലപ്പൂ 1.5 ലക്ഷം കളഞ്ഞ് ആലോചിക്കാൻ വയ്യെന്നാ എന്തോന്ന്. എൻ്റെ കെട്ടിയവൻ്റെ ഇതാണ് ഞാൻ പറഞ്ഞത്. അതായത് എനിക്ക് ഇഷ്ടപ്പെടുന്ന എൻ്റെ ഇത് ആഴ്ചയിൽ ഒറ്റ വട്ടം, മാസത്തിലൊരു പ്രാവശ്യം എനിക്ക് പുറത്ത് കൊണ്ടുപോയാൽ മതി. തന്നെ വലിയ ആഡംബരമൊന്നും വേണ്ട. പുറത്ത് നിന്നിട്ട് ഒരു ദിവസം രാത്രി ഫുഡ്. സിനിമയെക്കാട്ടും ഏറ്റവും ഇഷ്ടം കടലിലൊക്കെ പോകാനുള്ള ഇഷ്ടം. ഇങ്ങനെ കയ്യിൽ തോളിലത്ത് കൈ ഇട്ടിട്ട്, കാമുകന്മാരെ എനിക്കിഷ്ടമല്ല, ആണെങ്കിൽ എൻ്റെ തോളിൽ കൈ ഇട്ടിട്ട് എനിക്ക് ഐസ്ക്രീം മേടിച്ചരിൽ, കപ്പലണ്ടി മേടിച്ചരിൽ, ഇങ്ങനെ നടന്നു പോയിട്ട് കുറച്ച് നേരം അവിടെ കായലിൻ്റെ അവിടെ ഇരുന്നിട്ട് കൈ കോർത്ത് സംസാരിക്കണം. അത് കഴിഞ്ഞിട്ട് എനിക്ക് ആരും കാണാതെ ഉമ്മ തരണം. പിന്നെ തിരിച്ചു പോകണം. ബൈക്കിൽ യാത്ര ചെയ്താൽ മതി. ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ സൈഡിലിരുന്ന് ഇങ്ങനെ അരയിലിങ്ങനെ ചുറ്റി പിടിച്ചിരിക്കണം. എൻ്റെ പുള്ളിക്കാരൻ്റെ ഷോൾഡറിൽ ഇങ്ങനെ കഴുത്ത് വന്നിട്ട് ഷോൾഡറിൽ ഇങ്ങനെ ചാച്ചു വെച്ച് ഇരുത്തണം. യാത്രയൊക്കെ കാണണം. പതുക്കെ ബൈക്ക് ഓടിക്കാൻ പാടുള്ളൂ, സ്പീഡിൽ പോകാൻ വേണ്ട. അപ്പോൾ കുറേ നേരം ഇരിക്കാമല്ലോ വണ്ടിയിൽ. കെട്ടിപ്പിടിച്ച് ഇങ്ങനെ എൻ്റെ മാറ് പുള്ളിക്കാരൻ്റെ മുതുകിൽ ഇങ്ങനെ അമർന്ന് എൻ്റെ ചൂട് പറ്റി പുള്ളിക്കാരൻ്റെ ഷോൾഡറിൽ എൻ്റെ കഴുത്ത് ഇങ്ങനെ വെച്ച് വട്ടം ചുറ്റി, ഇടയ്ക്ക് ചെവിയിലൊക്കെ ഞാൻ ഉമ്മയൊക്കെ വെച്ച്, വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കെട്ടിയത് എനിക്ക് ഉമ്മ വെക്കാമല്ലോ. ഇങ്ങനെയൊക്കെ കഴുത്തിൻ്റെ അവിടെയൊക്കെ ഉമ്മ വെച്ച്, അപ്പം പുള്ളിക്കാരന് ഒരു കൈ കൊണ്ട് ബൈക്കും പിടിച്ച് ഞാൻ ഇങ്ങനെ കൈ പിടിക്കണം, എൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിക്കുക. പിന്നെ സിഗ്നലിൽ നിൽക്കുമ്പോഴത്തേക്കും ഞാനിങ്ങനെ നല്ല ഡീസൻ്റായിട്ടിരിക്കും. അപ്പോൾ എൻ്റെ കെട്ടിയവനും ഡീസൻ്റായിട്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് റൂമിൽ പോകുമ്പോഴത്തേക്കും എൻ്റെ മോൾ എൻ്റെ ഉമ്മേൻ്റെ അടുത്തായിരിക്കോട്ടെ. കെട്ടിക്കഴിഞ്ഞാൽ ഉമ്മേൻ്റെ അടുത്തായിരിക്കും മോള്. ഞാനും എൻ്റെ കെട്ടിയവൻ മാത്രമേ എൻ്റെ കൂടെ ഉണ്ടാവുള്ളൂ. ഉമ്മ ഒറ്റക്കല്ലേ, അപ്പോൾ ഉമ്മക്ക് കൂട്ട് വേണമല്ലോ. അപ്പോൾ ഉമ്മ വേറെ വീട്ടിലാണ്, മോളും വേറെ വീട്ടിലാണ്. പിന്നെ എൻ്റെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ച് എൻ്റെ കെട്ടിയവൻ എൻ്റെ കൂടെ എൻജോയ് ചെയ്യുന്നു. രാവിലേക്ക് എന്നെ പറഞ്ഞു വിടാൻ വേണ്ടി രാവിലെ എണീക്കുന്നു, സുബഹി നിസ്കരിക്കുന്നു. ഒരുമിച്ച് സുബഹി നിസ്കരിക്കുന്നു. വീട്ടിൽ ഫുഡ് ഉണ്ടാക്കുന്നു, നാസ്ത ഉണ്ടാക്കുന്നു, തീറ്റിക്കുന്നു. ചിലപ്പോൾ ഞാൻ വാരി കൊടുക്കും, ചിലപ്പോൾ ഞാൻ ടിഫിൻ കെട്ടി കൊടുത്തു വിട്ടും. അത് കഴിഞ്ഞിട്ട് ഉച്ചത്തേക്കുള്ള ചോറ് ഞാൻ കൊടുത്തു വിടും. അത് കഴിഞ്ഞിട്ട് പണി സ്ഥലത്ത് നിന്ന് വിളിക്കാൻ പറയും, സംസാരിക്കും. വീഡിയോ കോൾ വിളിക്കാൻ പറയും. വീഡിയോ കോൾ വിളിച്ചോട്ടെ, സാധാരണ കോൾ വിളിക്കട്ടെ. മതി എന്ന് പറയാൻ താൻ ആരോടെ എൻ്റെ ആഗ്രഹങ്ങൾ മതി എന്ന് പറയാൻ വേണ്ടി പുറത്തുനിന്ന് ഇങ്ങനെ. പിന്നെ വൈകുന്നേരം വരുമ്പോഴത്തേക്ക് റൂമൊക്കെ അടിച്ച് പെട്ടെന്നൊക്കെ എല്ലാം അടിച്ച് വാരി തുടച്ചിട്ട് 5 നേരം വക്തൊക്കെ നിസ്കരിച്ച് പുള്ളിക്കാരന് വേണ്ടി ദുആ ചെയ്ത്, ഉമ്മക്ക് വേണ്ടി എല്ലാവർക്കും ദുആ ചെയ്യും. ശത്രുക്കൾ മിത്രങ്ങൾ ദുആ ചെയ്യും. അതൊക്കെ എൻ്റെ പേഴ്സണൽ. പിന്നെ എൻ്റെ കെട്ടിയ വൈകുന്നേരം വന്നേക്കും മുമ്പ് ഫോൺ വിളിച്ചു പറയും, എൻ്റെ വീട്ടിലെന്താ വേണ്ട കാര്യങ്ങൾ പറയും. ഇന്ന സാധനങ്ങളൊക്കെ കൊണ്ടുതന്നെ മുന്നോട്ടാന്നറിയും. പിന്നെ വൈകുന്നേരം വരണവരേക്ക് ഇങ്ങനെ നിൽക്കും ഞാൻ, അങ്ങാടിങ്ങാട് ഉലാത്തും. എൻ്റെ ഇക്ക വന്നു ജനൽ വക്കത്ത് നോക്കിയിരിക്കും. വാതിൽ തുറന്ന് അങ്ങാടിങ്ങാടൊക്കെ നടക്കും. വരുമ്പോഴത്തേക്കും കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ കൊടുക്കും. പിന്നെ ഇക്കടെ ഡ്രസ്സൊക്കെ മാറാൻ പറയും, കുളിക്കാൻ വേണ്ടി പറയും, ചായ ഉണ്ടാക്കി കൊടുക്കും. പിന്നെ പുള്ളിക്കാരൻ പുറത്തൊക്കെ ഫ്രണ്ടിൻ്റെ കൂടെ മിണ്ടണമെങ്കിൽ മിണ്ടിക്കോട്ടെ, അതൊക്കെ അവരുടെ ഇഷ്ടം. പിന്നെ ഞാൻ മാത്രം അയക്കണം ദുനിയാവ്. പിന്നെ പുള്ളിക്കാരൻ്റെ ഉമ്മാൻ്റെ അടുത്ത് വാപ്പാൻ്റെ അടുത്ത് പോകണം, അത് അവരുടെ ഇഷ്ടമല്ലേ. എന്നെ കൊണ്ടുപോകണം ഇഷ്ടമാണെങ്കിൽ എന്നെയും കൊണ്ടുപോകും. അതായിരിക്കണം എൻ്റെ ജീവിതം. ഒരു
ചെറിയ കുട്ടി ജീവിതം, ചെറിയ ആഗ്രഹമുള്ളൂ എനിക്ക്. ഒരു ഭർത്താവിന് ഭാര്യ ചെയ്തു കൊടുക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ വന്നിട്ട് അവൻ്റേതായ എല്ലാ കാര്യം ചെയ്തു കൊടുക്കണം. എന്നെ മഹർ കെട്ടിയവന് കാമുകന്മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളെ വീട്ടിലിരുത്തിയിട്ട് നമ്മളെ നല്ല രീതിയിൽ നോക്കുന്നവനെ നമ്മൾ അനുസരിക്കുകയും ചെയ്യണം, പലതും കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. പക്ഷേ നമ്മളെ പണിക്ക് വിട്ടിട്ട് വീട്ടിൽ കുത്തിരിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ അവൻ്റെ വാക്ക് കേൾക്കേണ്ട ആവശ്യമില്ല, അവർക്ക് നമ്മൾ വാല്യൂ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, എൻ്റെ കെട്ടിയവെന്ന് പറഞ്ഞാൽ എൻ്റെ മൊത്തം സ്വത്താണ്. അവന് ഞാൻ വേണ്ടി എന്തും ചെയ്തു കൊടുക്കും. അതാണ് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്ന എൻ്റെ കെട്ടിയവൻ. ഒന്നും മറച്ചേക്കരുത്. ഫോൺ വരക്കും പാസ്വേഡ് വെക്കാൻ പാടില്ല. നമ്മുടെ ജീവിതത്തിൽ അങ്ങാട്ടും ഇങ്ങോട്ട് പാസ്വേഡേ വേണ്ട. നമ്മുടെ ജീവിതത്തിൽ പാസ്വേഡ് വേണ്ട. ഞാൻ പറയും എന്തും തുറന്ന് പറയാനും തുറന്ന് ഫോണിൽ കാണിക്കാനും. ഫോൺ ഇങ്ങനെ കമഴ്ത്തി വെക്കാൻ പാടില്ല, എപ്പോഴും തുറന്ന് വെക്കണം. ഫോൺ അവിടെ ഇട്ട് പോയാലും എൻ്റെ കെട്ടികൾ നോക്കിയാലും ഒന്നുമില്ല, കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ആയിരിക്കണം എൻ്റെ കെട്ടിയവൻ. അതേപോലെ തിരിച്ച് ഞാൻ അങ്ങനെ തന്നെ ആയിരിക്കും. ചെറിയൊരു ഫോൺ യൂസ് ചെയ്യും. പുള്ളിക്കാരന് ഇഷ്ടമാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഞാൻ ആക്റ്റീവ് ആവും. പുള്ളിക്കാരന് ഇഷ്ടമല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വേണ്ടെന്ന് ഞാൻ വെക്കും. അത്രേ ഉള്ളൂ. ഫേസ്ബുക്ക് യൂട്യൂബിലൊക്കെ കയറി ഇറങ്ങാം, പക്ഷേ ഇതേപോലെ ലൈവും കാര്യങ്ങളും പുള്ളിക്കാരന് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ നിർത്തും. എനിക്ക് ലൈഫാണ് വലുത്. എൻ്റെ കെട്ടിയവൻ്റെ സുഖം സന്തോഷമാണ് എനിക്കിഷ്ടം. മനസ്സിലായോ? ഒരു താലി എന്ന് പറഞ്ഞാൽ അതിന് ബഹുമാനിക്കും. അല്ല, താലി ഇടാത്തവൻ ഒരു 10 പൈസക്ക് ഉപകാരം ഇല്ലാത്തവൻ പറയണ വാക്കൊന്നും ഞാൻ കേൾക്കുന്നില്ല. ദാറ്റ് ഈസ് നോട്ട് മൈ ബോയ് ഫ്രണ്ട് അല്ലല്ലോ. മൊഞ്ചത്തി എൻ്റെ സ്വത്താണ്. അതാണ് എൻ്റെ ജീവിതത്തിലെ എൻ്റെ ഭാവി ഭർത്താവിൻ്റെ നടക്കുമെന്ന് അറിയത്തില്ല. എൻ്റെ ആഗ്രഹം കേട്ടോ, നടക്കുമെന്ന് എനിക്കറിയില്ല. മൊഞ്ചത്തി നല്ല ചെക്കനുണ്ടെങ്കിൽ ഞാൻ പറയാട്ടോ, നിനക്ക് നല്ല ലൈഫ് കിട്ടട്ടെ. പിന്നെ സ്ത്രീധനം മേടിക്കാനുള്ള ബോയ് ഫ്രണ്ട് കെട്ടിയവനൊന്നും എനിക്ക് വേണ്ട. ഞാൻ കാശ് 10 പൈസ ഞാൻ കൊടുക്കൂല. പെണ്ണാണ് ധനം. 10 പൈസ ഞാൻ കൊടുക്കത്തില്ല. എൻ്റെ കയ്യിൽ ഇല്ല ധനം. ഇതൊക്കെ എനിക്കൊരു അറബി ഇട്ട് തന്നത്, ഇതൊന്നും ഞാൻ കൊടുക്കില്ല. ഇതെൻ്റെ മോൾക്കാണ്. ഈ സ്വർണ്ണങ്ങളൊക്കെ എൻ്റെ മോൾക്കാണ് കേട്ടോ. ഈ സ്വർണ്ണമൊക്കെ കണ്ടിട്ട് എൻ്റെ ആഭരണമൊക്കെ കണ്ടിട്ട് എന്നെ കെട്ടാൻ ആരും വരണ്ട ഉള്ള കാര്യം ഞാൻ പറയുള്ളൂ. ഇടയ്ക്ക് ഉള്ള ഒരു ഇംഗ്ലീഷ് രക്ഷയില്ല. ആരുടെ നമ്പർ പറഞ്ഞ ഇവിടെ? ബിയറുള്ള ആളാണെങ്കിലും കുഴപ്പമില്ല, ഞാൻ ബിയറിന് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കും. എൻ്റെ റൂമിൽ നമ്മുടെ വീട്ടിലായിരിക്കണം, അല്ലാതെ പുറത്ത് പോയി കുടിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എൻ്റെ വീട്ടിലാണെങ്കിൽ ഞാൻ ബുൾസൈ ഉണ്ടാക്കി കൊടുക്കും, മീൻ പൊരിച്ചു കൊടുക്കും, ചിക്കൻ പൊരിച്ചു കൊടുക്കും. ബിയറിന് ടച്ചിങ് ഞാൻ തന്നെ അടുത്തുണ്ടാവും. ഇന്ന് ഇക്ക കഴിച്ചോ എന്ന് പറഞ്ഞിട്ട്. എന്തായാലും നല്ല ഒരാളെ കിട്ടട്ടെ. ഓക്കെ, ബിയർ കുടിക്കുന്നതിൽ കുഴപ്പമില്ല, സിഗരറ്റ് വലിക്കുന്നതിലൊരു കുഴപ്പമില്ല. എന്നെ നല്ല രീതിയിൽ നോക്കിയാൽ മതി.